ഇത് നമ്മുടെ പാക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ സാധനങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ പിന്നീട് അറേഞ്ച് ചെയ്ത് വെക്കത്തുള്ളൂ. അപ്പോൾ ഇത് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അറേഞ്ച് ചെയ്യുന്നത്. കാരണം ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് കുറച്ച് അല്ലാതെ എന്താ ചീത്തയാകുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തലേന്ന് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് നേരത്തെ വെച്ചാൽ അതെല്ലാം ചീത്തയായി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ തലേന്ന് വെച്ചാലേ അത് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നന്നായിട്ടിരിക്കത്തുള്ളൂ. അപ്പം ഈ മാങ്ങ ഒക്കെ വെച്ചിട്ട് പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ കെട്ടിപ്പറക്കി പോകുന്നതിന് ഇതൊക്കെ അവിടെ കാണത്തില്ലേ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരിക്കാം. പക്ഷേങ്കിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വിളഞ്ഞതാണ്. ഈ പച്ചക്കറി ആയാലും ഈ മാങ്ങയൊക്കെ ആയാലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടി ഇതൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്നത്. മേടിക്കുന്ന മാങ്ങയായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അവിടെ കിട്ടുമല്ലോ. അപ്പം എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടുത്തെ മാങ്ങ സീസണിലൊക്കെ വല്ലപ്പോഴൊക്കെ ആയിരിക്കും വരുന്നത് ഹസ്ബൻഡ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള മാങ്ങകളൊക്കെ ഇവിടെ വരുമ്പം കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ കൊടുത്ത് വിടാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നു എന്ന് മാത്രം. 2 ലഗേജും 2 ഹാൻഡ് ബാഗുമായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പം ലഗേജിലുള്ള ആദ്യത്തെ പെട്ടി ഞാൻ എല്ലാം കെട്ടിയൊക്കെ വെച്ചു. ഇനിയുള്ളത് സൂട്ട് കേസും പിന്നെ നമ്മുടെ 2 ഹാൻഡ് ബാഗും ആണ്. അപ്പോൾ ഇനി സൂട്ട് കേസിൽ ഞാൻ അതും കഴിഞ്ഞ ദിവസം ഞാൻ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളത് അതിന് ശേഷം അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് കരുതിയത്. അതിലും കുറേ മാങ്ങ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. അപ്പം അതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഒരു ലഗേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ. അപ്പോൾ അടുത്തത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നമ്മൾ ഉള്ള മാങ്ങയാണ്, നാട്ടുമാങ്ങയാണ്. അപ്പം ഇതെല്ലാം ഒന്ന് ആദ്യം ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഇനിയുള്ളത് എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, 2 ദിവസത്തേക്ക് മുമ്പേ കൊണ്ടുപോകേണ്ടതെല്ലാം എൻ്റെയും മോൻ്റെയൊക്കെ ഞാൻ സിപ്ലോ കവറിലാക്കി ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ ഏത് ഡ്രസ്സാണ് എടുക്കാനുള്ളത് എടുത്തില്ല എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വരുമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം സിപ്ലോ കവറിലാക്കി അത്യാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുറച്ച് മാത്രം പാക്ക് ചെയ്തു. ബാക്കി നമ്മുടെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഞാൻ സൂട്ട് കേസിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, എന്നിട്ട് തലേ ദിവസം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അല്ലാതെ നമ്മൾ ഈ വെപ്രാളത്തിൽ ഓടിയിട്ട് നമുക്ക് ഒന്നും എടുത്തു വെക്കാനുള്ളൊരു മറവിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ പാക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഹാൻഡ് ബാഗിലോട്ടുള്ള അതിലും കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സിപ്ലോ കവറിലാക്കി വെക്കുമ്പോൾ അഥവാ എന്തെങ്കിലും ഒരു നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തുണികളൊക്കെ അഥവാ ഒന്ന് മാറ്റി വേറൊരു സൂട്ട് കേസിലോട്ട് മറ്റും മാറ്റണമെങ്കിലുണ്ടെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നതും കുഞ്ഞിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ഹാൻഡ് ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ മോൻ്റെ ടോയ്സും പിന്നെ കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ എല്ലാം സിപ്ലോ കവറിലാക്കി വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നൊന്ന് എടുക്കേണ്ടി വന്നാൽ നമ്മളെന്താ വാരിപ്പറക്കി എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ നമ്മുടെ അടുത്ത ഈ ഒരു ഹാൻഡ് ബാഗിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചു. ഇനി അടുത്ത ഹാൻഡ് ബാഗിൽ ഉള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്, അതായത് മോൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ ടിക്കറ്റ്, വിസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കും എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഫോൺ നോക്കിയിരിക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്കും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാർജറ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സെൽഫി സ്റ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ ട്രൈപോഡിൻ്റെ സാധനങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ.